സ്ഥിരതാമസമാക്കിയ മലയാളി പ്രവാസികൾക്കും ഗ്രീൻ കാർഡ് ലഭിക്കാനായി വർഷങ്ങളായി കാത്തിരിക്കുന്ന കുടുംബങ്ങൾക്കും ഏറെ ആശ്വാസം നൽകുന്ന ഒരു സുപ്രധാന കോടതി വിധിയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 75 രാജ്യങ്ങളിൽ നിന്നുള്ള ഇമിഗ്രന്റ് വിസകളുടെ പ്രോസസ്സിംഗ് നിർത്തിവച്ചിരുന്ന അമേരിക്കൻ ഭരണകൂടത്തിന്റെ നയം ഒരു ഫെഡറൽ കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് നടപ്പിലാക്കിയിരുന്ന ഈ വിസ സസ്പെൻഷൻ നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി നിർണായക ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ഈ വിലക്ക് ഫാമിലി സ്പോൺസർഷിപ്പ് വിസകളും തൊഴിൽ അധിഷ്ഠിത ഗ്രീൻ കാർഡുകളും ഉൾപ്പെടെ നിരവധി ഇമിഗ്രന്റ് വിസ വിഭാഗങ്ങളെ ബാധിച്ചിരുന്നു. ഇപ്പോൾ കോടതി വിധി വന്നതോടെ മാസങ്ങളായും വർഷങ്ങളായും വിസ ഇന്റർവ്യൂവിനും പ്രോസസ്സിംഗിനുമായി കാത്തിരിക്കുന്ന 10,000-കണക്കിന് ഇന്ത്യൻ അപേക്ഷകർക്ക് തങ്ങളുടെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള സാഹചര്യം ഒരുങ്ങുകയാണ്. പ്രത്യേകിച്ച് അമേരിക്കയിലുള്ള മലയാളി കുടുംബാംഗങ്ങൾക്കും ഈ വിധി വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായിരുന്നു ഈ വിസ വിലക്കെന്ന് വിശദമായി നോക്കാം. കുടിയേറ്റം നിയന്ത്രിക്കുന്നതിന്റെയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അമേരിക്കൻ കോൺസുലേറ്റുകളിൽ കെട്ടിക്കിടക്കുന്ന വിസ അപേക്ഷകളുടെ എണ്ണം കുറയ്ക്കുന്നതിന്റെയും ഭാഗമായാണ് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ നയം കൊണ്ടുവന്നത്. ഇതിന്റെ ഭാഗമായി 75 രാജ്യങ്ങളിൽ നിന്നുള്ള അപേക്ഷകർക്ക് ഇമിഗ്രന്റ് വിസ പ്രോസസ്സിംഗ് പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. ഇന്ത്യയും ഈ രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ അപേക്ഷകരെ സംബന്ധിച്ചും ഇത് വലിയ ആശങ്കയുണ്ടാക്കിയിരുന്നു. അമേരിക്കയിൽ താമസിക്കുന്ന തങ്ങളുടെ മാതാപിതാക്കളെയോ പങ്കാളികളെയോ കുട്ടികളെയോ അമേരിക്കയിലേക്ക് കൊണ്ടുവരാൻ I-130 പെറ്റീഷൻ സമർപ്പിച്ച് അംഗീകാരം ലഭിച്ച നിരവധി മലയാളി കുടുംബങ്ങളെയാണ് ഈ നയം ബാധിച്ചത്. പെറ്റീഷൻ അംഗീകരിച്ചിട്ടും പലർക്കും എംബസികളിൽ നിന്നോ കോൺസുലേറ്റുകളിൽ നിന്നോ മാസങ്ങളോളം ചിലപ്പോൾ വർഷങ്ങളോളം യാതൊരു പ്രതികരണവും ലഭിക്കാത്ത സാഹചര്യമുണ്ടായി. ഇതോടെ കുടുംബാംഗങ്ങൾ വലിയ പ്രതിസന്ധിയിലായി. എന്നാൽ ഈ നയത്തിനെതിരെ അമേരിക്കയിലെ ഇമിഗ്രേഷൻ അഭിഭാഷകരും വിവിധ പൗരാവകാശ സംഘടനകളും ഫെഡറൽ കോടതിയിൽ നിയമ പോരാട്ടം ആരംഭിച്ചു. ഈ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട കോടതി വിധി വന്നിരിക്കുന്നത്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയർ ആക്ട് അഥവാ APA ലംഘിച്ചാണ് ഇമിഗ്രേഷൻ വിസ സസ്പെൻഷൻ നടപ്പിലാക്കിയതെന്നാണ് ഫെഡറൽ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. കൃത്യമായ കാരണങ്ങളോ നിയമപരമായ ന്യായീകരണങ്ങളോ ഇല്ലാതെ അപേക്ഷകരുടെ ഫയലുകൾ അനന്തമായി വൈകിപ്പിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു. അമേരിക്കൻ കോൺഗ്രസ് പാസാക്കിയ ഇമിഗ്രേഷൻ നിയമങ്ങളെ മറികടന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന് സ്വന്തം തീരുമാനപ്രകാരം ഇത്തരത്തിൽ അധികാരം ഉപയോഗിക്കാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കി. നിയമപ്രകാരം വിസയ്ക്ക് അർഹരായ അപേക്ഷകരുടെ നടപടികൾ യാതൊരു അനാവശ്യ കാലതാമസവുമില്ലാതെ പുനരാരംഭിക്കണമെന്നും കോടതി കർശനമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. മലയാളി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ വിധി വലിയൊരു ആശ്വാസമാണ്. പ്രധാനമായും F1, F2, A, F4 തുടങ്ങിയ ഫാമിലി സ്പോൺസേഡ് ഗ്രീൻ കാർഡ് വിഭാഗങ്ങളിൽ അപേക്ഷ നൽകിയവർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കാൻ സാധ്യത കൂടുതൽ. പ്രയോറിറ്റി ഡേറ്റ് കഴിഞ്ഞിട്ടും വിസ ലഭിക്കാതെ കാത്തിരിക്കുന്ന അപേക്ഷകർക്കും ഈ വിധി പ്രതീക്ഷ നൽകുന്നു. അതുപോലെ EB2, EB3 എന്നീ എംപ്ലോയ്മെന്റ് ബേസ്ഡ് ഗ്രീൻ കാർഡ് വിഭാഗങ്ങളിൽ ഗ്രീൻ കാർഡിനായി കാത്തിരിക്കുന്നവർക്കും ഈ വിസ പ്രോസസ്സിംഗ് തടസ്സം നീക്കുന്നത് ഗുണകരമാക്കും. നാഷണൽ വിസ സെന്റർ അഥവാ NVCയിൽ കെട്ടിക്കിടക്കുന്ന അപേക്ഷകൾ ഇനി കൂടുതൽ വേഗത്തിൽ കോൺസുലേറ്റുകളിലേക്ക് കൈമാറാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ഡൽഹിയിലെയും മുംബൈയിലെയും US എംബസികളിൽ ഇമിഗ്രന്റ് വിസ ഇന്റർവ്യൂ സ്ലോട്ടുകൾ കൂടുതലായി അനുവദിക്കാനും ഈ കോടതി വിധി കാരണമാകാൻ സാധ്യതയുണ്ട്. ഇനി അപേക്ഷകർ എന്താണ് ചെയ്യേണ്ടതെന്ന് വളരെ പ്രധാനമാണ്. ഇമിഗ്രന്റ് വിസയ്ക്ക് അപേക്ഷിച്ചിട്ടുള്ളവരും വിസ സസ്പെൻഷൻ കാരണം നടപടികൾ തടസ്സപ്പെട്ടവരും തങ്ങളുടെ അമേരിക്കൻ ഇമിഗ്രേഷൻ അറ്റോർണിയുമായോ പ്രതിനിധികളുമായോ ബന്ധപ്പെടണം. തങ്ങളുടെ കേസിന്റെ നിലവിലെ സ്ഥിതി എത്രയും വേഗം പരിശോധിക്കുന്നതാണ് നല്ലത്. അതോടൊപ്പം നാഷണൽ വിസ സെന്ററിന്റെ CEAC പോർട്ടൽ വഴി നിങ്ങളുടെ DS-260 അപേക്ഷയുടെ സ്റ്റേറ്റസ് ഇടയ്ക്കിടെ പരിശോധിക്കുകയും വേണം. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കോൺസുലാർ ഉദ്യോഗസ്ഥർക്ക് പുതിയ മാർഗനിർദ്ദേശങ്ങൾ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഔദ്യോഗിക അറിയിപ്പുകളും അപേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊരു പ്രധാന കാര്യം രേഖകളാണ്. നിങ്ങളുടെ സിവിൽ രേഖകൾ, മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകളുടെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവ പുതുക്കാൻ ഇപ്പോൾ തന്നെ തയ്യാറാകണം. വിസ പ്രോസസ്സിംഗ് വീണ്ടും ആരംഭിക്കുമ്പോൾ രേഖകളിലെ പ്രശ്നങ്ങൾ കാരണം അപേക്ഷ വീണ്ടും വൈകാതിരിക്കാൻ ഇത് സഹായിക്കും. 75 രാജ്യങ്ങളിൽ നിന്നുള്ള ഇമിഗ്രന്റ് വിസ പ്രോസസ്സിംഗിനെ ബാധിച്ചിരിക്കുന്ന സസ്പെൻഷൻ നയം ഫെഡറൽ കോടതി റദ്ദാക്കിയിരിക്കുന്നത് വർഷങ്ങളായി അമേരിക്കൻ ഗ്രീൻ കാർഡിനും കുടുംബ വിസയ്ക്കുമായി കാത്തിരിക്കുന്നവർക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. പ്രത്യേകിച്ച് അമേരിക്കയിലുള്ള മലയാളി കുടുംബങ്ങൾക്ക് തങ്ങളുടെ മാതാപിതാക്കളെയും പങ്കാളികളെയും മക്കളെയും അമേരിക്കയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ വിധി സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ ഓരോ അപേക്ഷകന്റെയും കേസിന്റെ സ്ഥിതി വ്യത്യസ്തമായിരിക്കാം. അതിനാൽ ഔദ്യോഗിക അറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും ആവശ്യമായാൽ ഇമിഗ്രേഷൻ അറ്റോർണിയുടെ സഹായം തേടുകയും ചെയ്യുക. അമേരിക്കൻ വിസ, ഗ്രീൻ കാർഡ്, ഇമിഗ്രേഷൻ നിയമങ്ങളിലെ ഏറ്റവും പുതിയ മാറ്റങ്ങൾ എന്നിവ കൃത്യമായി അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക.
ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.